അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ജ്യൂസ്, വെള്ളമൊന്നും ചേർക്കാത്ത ഓറഞ്ചിൻ്റെ ജ്യൂസ്, തീരെ വെള്ളം ചേർക്കാതെ എടുത്തതാണ്. അതൊരു 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ ജ്യൂസും, ഒന്നും വെള്ളം ചേർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം മിക്സ് ചെയ്യുക. പിന്നെ സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല. ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് നല്ലൊരു നമ്മൾ ഷുഗർ പാനിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു പാനിയാക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജാമും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൈനാപ്പിൾ ജാമാണ്. പിന്നെ ഫ്രൂട്ട്സ് ജാം ഉണ്ടെങ്കിൽ മിക്സ്ഡ് ജാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നല്ല ഒന്ന് വറ്റിച്ചിട്ടൊരു പാനിയാക്കണം. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വട്ടൽപ്പരവൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തി കൊടുക്കാൻ വേണ്ടി ഒന്ന് ഷോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിലേക്ക് ആദ്യം കുറച്ച് ഈത്തപ്പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും പിന്നെ മുന്തിരി, റൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ നമ്മളൊക്കെ എന്ത് പിന്നെ നട്ട്സുകൾ ഉണ്ടെങ്കിലൊക്കെ ഇതിലേക്ക് ഇടാം. ചെറി, അതുപോലെ പിന്നെ പിസ്തൊക്കെ ഉണ്ട് ഇടാം. അപ്പോൾ ഈത്തപ്പഴമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം ഇട്ട് പിന്നെ ഒരു 1/4 കപ്പ് ഈത്തപ്പഴം, ഒരു 1/4 കപ്പ് ഉണക്ക മുന്തിരി, പിന്നെ ഒരു 1/2 കപ്പ് എല്ലാ കളറും ഡ്യൂട്ടി ഫ്രൂട്ടി, 3 കളർ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് അത്, പിന്നെ ബദാമും കാഷ്നട്ടും കൂടെ ഒരു 1/2 കപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ തോല് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് വേണം കേട്ടോ അത് ഇടുമ്പോൾ. പിന്നെ ഗരം മസാല പൗഡറും പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ആ പാനി ഒന്ന് വറ്റി തീരെ പാനില്ലാതായി പോവും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ കത്തിക്കുക. ഒന്നുകൂടി കത്തിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തതുപോലെ പിന്നെ ഷോക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്താനുണ്ട്. അപ്പോൾ ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ തേനും കൂടെ ഇനി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റി നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കണ ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതുണ്ടാക്കിയിട്ട് ഒരാഴ്ചയൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇത് നല്ല തണുത്ത് നമ്മൾ വൈകുന്നേരം കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ പിന്നെ നട്ട്സുകളൊക്കെ ഒന്ന് ഷോക്ക് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇനി അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പാകത്തിലിട്ട് ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് കൂടെ ഉണ്ടാക്കണം. അതും ഇതുപോലെ കുറച്ച് മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക. അതും നല്ല തണുത്ത് അതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് എടുക്കുന്നത്. ചൂടോട് കൂടി എടുക്കില്ല. അപ്പോൾ ഇതിന് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അതൊരു ഗോൾഡൻ കളറാണ് വരെ ഇങ്ങനെ കത്തിക്കുക. ഇപ്പോൾ ഒരു അരിയൊക്കെ ഇങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കളറ് മാറി വരുന്നുണ്ട്. ഇനി നമ്മൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല ഒരു ഡാർക്ക് കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. ആ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മാറി വിട്ട് നിന്നിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ഗ്യാസ് ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസ് നിന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ ഒഴിക്കുക. അല്ലെങ്കിൽ ഇതൊന്നായിട്ട് മൂത്തേക്കൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഡാർക്ക് കളറായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇറക്കി വെക്കുകയാണ്. ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചു. ഇനി ഒരു 1/4 കപ്പ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് വിട്ട് നിന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി സ്റ്റൗവിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്കിത് കത്തിക്കണം. കത്തിച്ചിട്ട് ഇതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് ഒന്നും കൂടി വറ്റിക്കോട്ടെ.
ഇതിപ്പോൾ ഇങ്ങനെ ഒരു സിറപ്പാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതും ഒരു സൈഡിൽ മാറ്റി വെക്കുക. അതും തണുത്തതിന് ശേഷം ആണ് നമ്മൾ എടുക്കുന്നത്. അതും പിന്നെ അവിടെ വെച്ചു. ഇനി നമ്മൾ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും പിന്നെ ഗരം മസാല പൗഡർ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. 3 കറാമ്പൂവ്, 3 ഏലക്കായ്, ചെറിയ കഷ്ണം പട്ടും കൂടി പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടാണ് ഇത്ര അധികമായിട്ട് തോന്നുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ട് നല്ലൊന്ന് അരിച്ചെടുക്കുക. ഞാനൊരു 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഇത് നല്ല ക്രീമി ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ചിട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വൈറ്റ് കളർ ഒരു ക്രീമി ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ മഞ്ഞ കളറ് പോയി ഒരു വൈറ്റ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്തി കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഒരു കോഴിമുട്ട ചേർത്തി കൊടുത്തു. ഇനി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മറ്റേ മുട്ടയും കൂടി ചേർത്തിയിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഉരുക്കിയ നെയ്യ്, ഒരു ടീസ്പൂൺ ഉരുക്കിയ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഫ്രഷ് ജ്യൂസ്, വെള്ളം ചേർക്കാത്ത ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒരു ടീസ്പൂണും ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒരു 1/4 ടീസ്പൂണുമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, അത് കുഴപ്പമില്ല. ഞാനൊരു ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്നായിട്ട് കട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ കൈക്കൊണ്ടൊക്കെ അധികം കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വേറെടുത്തി കൊടുക്കുക. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് അടർത്തി കൊടുക്കണം. ഇനി നമ്മൾ ഈ പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം കൂടെ അരിച്ച് വെച്ചത് 3 പ്രാവശ്യമായിട്ട്, അതിങ്ങനെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. ഇതും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് മൈദപ്പൊടിയും ഇതിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതാണ്. ഒന്നായിട്ട് ഇട്ടിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിൽ ചെന്ന് കിടക്കില്ല. ഒക്കെ നമുക്ക് ഇടയിലായിട്ടൊക്കെ കേക്കിൻ്റെ ഇടയിലായിട്ടൊക്കെ കിട്ടേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുഴുവനായിട്ടും പൊടിയൊക്കെ ഇട്ടു, പിന്നെ ഫ്രൂട്ട്സുകളിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ബാറ്റർ വെച്ചു. ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണിത്. ഇങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്, ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. കാഷ്യൂനട്ടൊക്കെ വെച്ചു. ഇനി പിന്നെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഈ ചെമ്പട്ടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് റിങ് വെച്ച് അതിനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. നമുക്കൊരു കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, റെഡി ആയിക്കണോ എന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ കോലുമേൽ പൊടിയൊക്കെ പിടിക്കുന്നുണ്ട്, റെഡി ആയിട്ടില്ല, അതിമേലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം ഒരു 5-10 മിനിറ്റും കൂടി അടച്ചു വെക്കാം. അപ്പം ഞാനൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നോക്കിയത്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട് എനിക്കത് ബേക്കായി കിട്ടാൻ. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം. ഇത് എല്ലാം ചൂടാറിയതിന് ശേഷം നമ്മളിത് കേക്ക് ടിന്നിൽ നിന്ന്
മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാറി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ടിന്നിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. നല്ല ചൂടാറി തണുത്തു, ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇൻഷാ അല്ലാഹ്.